നമ്മൾ ഇത് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ്. ഈ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് നമ്മൾ ഇത് ഇങ്ങനെ ഷേപ്പ് വരണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു റെക്ടാങ്കിൾ ഷേപ്പിലേക്ക് മാറ്റും. ഇത് വെച്ചിട്ടാണ് നമ്മൾ കൂട്ട് ഉണ്ടാക്കുന്നത്. ഇതൊരു ബേസ് ഉണ്ടാക്കാനായിട്ടാണ്. ഈ ബേസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കശ വെച്ചിട്ട് നമ്മുടെ അളവ് പ്രകാരം 3 സ്റ്റിക്ക് ആണ് വയ്ക്കുന്നത്. നീളം, എൻ്റെ നീളം എന്ന് പറയുന്നത് 3 സ്റ്റിക്ക്. നമ്മൾ സ്റ്റിക്കുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊരു ഷേപ്പിൽ ഒട്ടിച്ചെടുത്താണത് ഗ്ലൂഗൺ വെച്ചിട്ട്. ഇതാണ് നമ്മളെ ബേസ്. ഇതിന് മുകളിലാണ് നമ്മൾ ഇത് പണിയുന്നത്. മുകളിൽ ഫ്ലോറ് പണിയാണ്. പശ കുറച്ച് വെച്ചാൽ അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഓരോ സ്റ്റിക്ക് വെച്ചിട്ട് ഫ്ലോറ് തയ്യാറാക്കി. ഇതുപോലെ തന്നെ ഈ ഭാഗം ഫിൽ ചെയ്യണം. നമ്മൾ ഈ സ്റ്റിക്കുകൾ ഇങ്ങനെ ഒട്ടിച്ച് ഒരു ഫ്ലോറ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മളിതുപോലെ ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് വെർട്ടിക്കലായി ഒട്ടിച്ചിട്ട് ഒരു സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത ബേസാണിത്. നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബേസ്. അപ്പോൾ ഈ ബേസിൻ്റെ മുകളിൽ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഒരു പില്ലർ, അതായത് 4 പില്ലർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ 4 പീസ് അങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ട് ഒരു പില്ലർ പോലെ ഉണ്ടാക്കിക്കുക. അങ്ങനെ 4 പീസ്, അതായത് നമ്മൾ 4 കാലുകൾ പോലെ പില്ലർ വയ്ക്കാനായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് പശ തേച്ച് നമ്മൾ 4 പില്ലർ നമ്മൾ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മളിനി റൂഫ് പണിയാൻ പോകണം. ഈ സ്റ്റിക്കിന് നീളമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ പീസ് കൂടി ചേർത്ത് ഒട്ടിക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സെറ്റായിക്കോളും. അതുപോലെ നമ്മൾ 4 സ്റ്റിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 2 3 4. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ ഈ സ്റ്റിക്കുകളുണ്ടല്ലോ, അതിങ്ങനെ ചേർത്തൊട്ടിക്കുക. ഇതുപോലെ ഒട്ടിക്കുക. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ 4 സ്റ്റിക്കുകൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. നമ്മൾ ഇവിടെ ഈ ഒട്ടിച്ചെടുത്ത നമ്മൾ ഇവിടെ സ്റ്റിക്ക് ചെയ്യണം ഫ്രണ്ടിൽ. അതുപോലെ ഫ്രണ്ടിൽ വെച്ച പോലെ തന്നെ ഇതുപോലെ പിന്നിലും ബാക്ക് സൈഡിലും ഇതുപോലെ വെച്ചു. ഇതിന് മുകളിൽ നമ്മൾ റൂഫ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ സ്റ്റിക്കിൻ്റെ സൈസ്
ഇത്രയുള്ളത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ റൂഫ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 സ്റ്റിക്ക് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്കുകളാണ് ഇതൊക്കെ നമ്മുടെ ഇനി ഇതിൻ്റെ മേൽക്കൂര, അതായത് റൂഫായിട്ട് വരും. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൽ സ്റ്റിക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താണിത്. അതായത് സ്റ്റിക്കുകൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സെൻറ്ററിലൊരു സ്റ്റിക്ക് കൊടുത്തു, ചെറിയ സ്റ്റിക്ക് കൊടുത്തിട്ട് ഒന്ന് സ്ട്രോങ് ആക്കി. അപ്പോൾ നമ്മുടെ ഒരു റൂഫിൻ്റെ ഒരു റൂഫാണിത്. ഇതുപോലെ 2 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2 എണ്ണം, അത് 2 സൈഡിലും നമ്മുടെ ക്രിബിൻ്റെ 2 സൈഡിലും വെക്കാനായിട്ട്. നമ്മുടെ പുൽക്കൂടിന് ഇങ്ങനൊരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ ആ ചെറിയൊരു ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു റൂഫ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തു. അതാണിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ 2 റൂഫ് ഉണ്ടല്ലോ, ആ 2 റൂഫ് നമ്മൾ നമ്മുടെ ഈ ഒരു ക്രിബിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യണം. നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ റൂഫിൻ്റെ ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോഴത്തെ സൈഡ്, അടുത്ത സൈഡ് നമുക്ക് ഒട്ടിക്കാം. നമ്മളിപ്പോൾ റൂഫ് ഒട്ടിച്ചപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ രൂപം. ഇപ്പോൾ ഏകദേശം ഒരു പുൽക്കൂടിൻ്റെ ഒരു ചെറിയൊരു വീടിൻ്റെ പോലെ നമുക്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു വർക്ക് എന്നുള്ളത് നമുക്കിവിടെ ഇങ്ങനെ ഒരു ക്ലോസ് വയ്ക്കാം. അതായത് ഈ തൊഴുത്ത് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. നമുക്കതിൻ്റെ ഒരു ഡിവൈഡ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് സ്റ്റിക്ക് തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. കാരണം നമുക്ക് ഇതിൻ്റെ വീതി, ഇത്രയും വീതി വേണ്ട, ഇതിൻ്റെ ഒരു ഹാഫ് മതി. അപ്പോൾ ഈ ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ സ്റ്റിക്ക് നമ്മൾ വെട്ടിയെടുത്ത സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു ഹൈറ്റിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഈ 2 സ്റ്റിക്ക് ഒരുമിച്ച് വെച്ചിട്ട് ആണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ്, അതായത് ബാക്ക് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ, ഈ ഫ്രണ്ട് സൈഡ് ഒഴിച്ച് ഇവിടെ മാത്രം നമ്മൾ ഓപ്പണാക്കി ഇട്ടിട്ട് ബാക്കി 3 ഭാഗവും നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം. ഫ്രണ്ട് സൈഡിലത്തെ ആ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചുറ്റും 3 ഭാഗത്തും നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പാർട്ടീഷനിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ 2 സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ.
നമ്മളിതിവിടെ ഒരു കാലിത്തൊഴുത്താണ് കാണിക്കുന്നത്. അപ്പോൾ കാലിത്തൊഴുത്ത് കാണിക്കുമ്പോൾ ഇവിടെ വൈക്കോലും പുല്ലും ഇവിടെ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലും ഇവിടെ നമ്മുടെ രൂപങ്ങൾ, അതായത് ഔസേപ്പിതാവ്, മാതാവ്, ഉണ്ണീശോ, മറ്റുള്ളവരൊക്കെ ആട്ടിടയന്മാരും ഹജ്ജന്മാരൊക്കെ നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് ഈ ഒരു മെയിൻ പോർഷൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പുൽക്കൂടിന് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വേറെ ലൈറ്റൊന്നും ഫിറ്റ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ പുൽക്കൂടിൻ്റെ മുകളിൽ, അതായത് റൂഫിൻ്റെ മുകളിൽ മാത്രമായിട്ട് സെറ്റ് ചെയ്യണം, സ്റ്റിക്ക് തൊട്ടിക്കുക. ഇതിൻ്റെ പിറകിൽ നമുക്ക് ഡബിൾ സ്റ്റിക്കർ വരുന്നുണ്ട്, ഓൾറെഡി വാങ്ങിക്കുമ്പോൾ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്യാം. പുൽക്കൂടിൻ്റെ മുകളിൽ, അതായത് റൂഫിൻ്റെ മുകളിൽ ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ലൈറ്റിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ലൈറ്റ് മതി, നല്ല പ്രകാശം ഉണ്ടാവും വിചാരിക്കും. നമ്മുടെ ലൈറ്റ് ഇട്ടിട്ടുള്ള നമ്മുടെ പുൽക്കൂട്. നമ്മൾ ഇതിൻ്റെ റൂഫിൽ കുറച്ച് മാലകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കോട്ടൺ ഉള്ളത്, നോർമൽ കോട്ടൺ, ആ കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മഞ്ഞ വീട് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ മുകളിൽ പഞ്ഞി വെച്ചിട്ട് മഴവെള്ളത്തിൻ്റെ ഒരു മഞ്ഞ് വീണൊരു എഫക്റ്റ് എഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ടൊരു ഫീല് വരുത്താനായിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് ട്രീക്ക് വേണ്ടി വാങ്ങിച്ച ഒരു സ്റ്റാറായിരുന്നു. അപ്പോൾ ആ സ്റ്റാർ നമ്മൾ ഈ ഒരു ക്രിബിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് പോകണം. നമ്മൾ ഓരോ രൂപങ്ങൾ വയ്ക്കുകയാണ്. ആദ്യം മാതാവിനെ വെച്ചിട്ടുണ്ട്, അടുത്തത് ഔസേപ്പിതാവിനെ വെച്ചിട്ടുണ്ട്, രാജാക്കന്മാര് 1 2 3 രാജാക്കന്മാർ വെച്ചു. ഞാട്ടിടെ നമ്മൾ രൂപങ്ങളൊക്കെ വെച്ചു. പുൽക്കൂടിൻ്റെ പണി ഏകദേശം തീർത്തുണ്ട്. ഫൈനൽ ലുക്ക്. അപ്പോൾ ഞങ്ങളുടെ ഈ പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടെന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന, വളരെ ചിലവ് കുറഞ്ഞിട്ട് ചെയ്യാവുന്ന ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരും വീട്ടിലെല്ലാവരും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് ജോജോസ് ആൻഡ് പിൻസി നിജോ.